ശ്രീ റജി ലൂക്കോസ്. ഇന്നിപ്പോൾ മുൻമന്ത്രി VS സുനിൽകുമാർ അടക്കം CPIയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും കടുത്ത വിമർശനം ഉന്നയിക്കുന്നുണ്ട്. 5 മാസം വിമർശനങ്ങളും രാഷ്ട്രീയവും വിവാദങ്ങളും മാധ്യമ വാർത്തകളും ഒക്കെ മാറി നിൽക്കട്ടെ. എന്നിരുന്നാൽ പോലും തൃശൂർ പൂരം എന്ന് പറയുന്നത് കേരളത്തിൽ വലിയ വിഭാഗം ആളുകൾ ആശയും ആവേശവും ഒക്കെ ആയി കാണുന്ന ഒന്നാണ്. ആ പൂരത്തിന് കഴിഞ്ഞ തവണ എന്ത് സംഭവിച്ചു എന്ന് നമ്മളെല്ലാം കണ്ടതാണ്. 5 മാസക്കാലം പിന്നിട്ടിരിക്കുന്നു. ഒരാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് കിട്ടും എന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞിട്ട് 5 മാസമായിട്ട് അനക്കമില്ലാതെ പോകുന്നത് എന്ത് താല്പര്യത്തിന്റെ പേരിലായിരിക്കാം? താല്പര്യം എന്താണെന്നുള്ളവിടെ നിൽക്കട്ടെ. ഈ പൂരം കലക്കിയത് ആരാണ്, അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് എന്നറിയാനുള്ള ആകാംക്ഷ, അതിനുള്ള അവകാശം കേരളത്തിലെ പൊതുസമൂഹത്തിനുണ്ട്. കാരണം പൂരം കേരളത്തിൻ്റെ സ്വന്തമായ ഒരു ആഘോഷമാണ്. ഞാൻ പൂരം പൂർണ്ണമായിട്ടും 2 തവണ പോയി കണ്ടിട്ടുള്ള ആളാണ്. അതുകൊണ്ട് അതിനുള്ള അവകാശം കേരളത്തിലെ ജനങ്ങളെ കൊണ്ടെന്ന് കാലത്ത് യാതൊരു തർക്കവുമില്ല. അതിനെ ഏത് ന്യായീകരണം കൊണ്ട് വെള്ളപൂശാൻ ശ്രമിച്ചാൽ അത് ശരിയാവുമെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത അതിൻ്റെ ഗുണഭോക്താവ് ആരാണെന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് BJP ആണ്. അന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച 2 കാര്യങ്ങളുണ്ട്. അന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന കാലഘട്ടം ആയതുകൊണ്ട് അദ്ദേഹം പറഞ്ഞിരുന്നു ഇതിൻ്റെ പേരിൽ പ്രവർത്തിച്ചവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞു. അതനുസരിച്ച് അന്നത്തെ അവിടുത്തെ സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന അങ്കിത് അശോക് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ IPS ഉദ്യോഗസ്ഥനെ അവിടെ സ്ഥലം മാറ്റി ശക്തമായ നടപടി സ്വീകരിച്ചു. പിന്നീട് ഈ റിപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള ശക്തമായ ഒരു അന്വേഷണത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ഓർഡർ കൊടുത്തു. ആ റിപ്പോർട്ടർ വൈകി എന്നത് തീർച്ചയായിട്ടും ഒരു ന്യായീകരണമില്ല. നമ്മളത് ന്യായീകരിക്കുന്ന തെറ്റാണ്. അത് ജനത്തിനറിയാനുള്ള സാഹചര്യമുണ്ട്. അത് CPIയുടെ ബഹുമാനപ്പെട്ട VS സുനിൽകുമാർ അതിനെക്കുറിച്ച് അത് അറിയണമെന്നുള്ള ആഗ്രഹം അദ്ദേഹം പറഞ്ഞാൽ തെറ്റ് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഈ റിപ്പോർട്ട് ഏതെല്ലാം വ്യവസ്ഥയിൽ ഏതെല്ലാം രീതിയിൽ വൈകിയാലും പക്ഷേ സർക്കാർ കൃത്യമായ രീതിയിലുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ തന്നെ ഇന്ന് അത് പറഞ്ഞു. അത് തന്നെയാണ് ഇപ്പോൾ അന്വേഷണ റിപ്പോർട്ട്. ആ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് ഉടൻ കിട്ടണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് യാതൊരു ആശങ്കയ്ക്കും ഇടയില്ല. ആ റിപ്പോർട്ട് കൃത്യമായ രീതിയിൽ മുഖ്യമന്ത്രിയുടെ അടുത്ത് വരും. അത് പൊതുസമൂഹത്തിന് മുമ്പിൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതിലുപരിയായിട്ട് പൂരത്തെ സംബന്ധിച്ചോളം ചരിത്ര പ്രാധാന്യമുള്ള ലോകത്തെ മുഴുവൻ മലയാളികളും വിദേശികളും സഹിതം അവിടെ വന്ന് ആഘോഷിക്കുന്ന ചരിത്രത്തിലെ ഏക പൂരമായ തൃശ്ശൂർ പൂരം വേറെ ഉണ്ടെങ്കിലും തൃശ്ശൂർ പേരൂർ പൂരത്തിനെ ഈ പറയുന്ന പോലീസിൻ്റെ അകമ്പടിയിൽ പോലീസിനെ പിന്നിൽ നിർത്തിക്കൊണ്ട് BJP RSS ഭരിച്ചൊരു കഥയാണെന്നുള്ളവരും വിശ്വസിക്കുന്ന ബഹുഭൂരിപക്ഷം ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് രാത്രി 2 മണിക്ക് ഈ പൂരം തടസ്സപ്പെടുത്തുന്ന സമയത്ത് ആ പൂരത്തിൻ്റെ ആഘോഷവേളയിൽ ഒരു ദിവസം പോലും വരാത്ത BJPയുടെ സ്ഥാനാർത്ഥി 2 മണിക്ക് സേവാഭാരതിയുടെ ആംബുലൻസ് വന്നതും അതിനുശേഷം നടന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും. എന്നാൽ പൂരത്തിൻ്റെ ഒരു നടത്തിപ്പുകാരൻ്റെ ചുമതലയുള്ള വർഷങ്ങളായിട്ട് ഇതിൻ്റെ പൂരത്തിനോടൊപ്പം നിൽക്കുന്ന VS സുനിൽകുമാറിനെ സംബന്ധിച്ചോളം തീർച്ചയായിട്ടും ഈ അട്ടിമറിയിൽ അദ്ദേഹത്തിൻ്റെ വിജയത്തിനെ പോലും അത് ബാധിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കറുത്ത ശക്തികൾ ആരാണെന്നുള്ളതും ആ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒരാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുമെന്നാണ് കേരളത്തിലെ മുഖ്യമന്ത്രി വാർത്താക്കുറിപ്പിലൂടെ കേരളത്തെ അറിയിച്ചത്. പൂരം ഒരു പകൽപൂരമായി മാറിപ്പോയ കാഴ്ച അത് വലിയ തോതിലുള്ള രാഷ്ട്രീയ പ്രത്യാഘാതം ഉണ്ടാക്കും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണെന്ന് പ്രഖ്യാപനം ഉണ്ടാകുന്നത്. അങ്ങ് പറയുന്നു ഈ പറയുന്ന അങ്കിത് അശോകിന്റെ സ്ഥലം മാറ്റുന്ന അടക്കമുള്ള നടപടികൾ സ്വീകരിച്ചുവെന്ന്. അന്ന് അങ്ങനെ ഒരു നടപടിയും സ്വീകരിക്കാൻ കഴിയുമായിരുന്നില്ല. അന്ന് ഇലക്ഷൻ കമ്മീഷന് കീഴെയാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ മുഴുവനും സ്ഥലം മാറ്റവും നടപടിയും അടക്കമുള്ള കാര്യങ്ങളെല്ലാം ഉള്ളത്. അത് അറിഞ്ഞു വെച്ചുകൊണ്ട് മുഖ്യമന്ത്രി അന്നൊരു പ്രഖ്യാപനം നടത്തിയത് എന്തിനാണ് എന്ന് പോലും ഇതുവരെയും അറിഞ്ഞുകൂടാ. അതിനുശേഷം ഇലക്ഷന് ശേഷമുള്ള സാധാരണഗതിയിലുള്ള സ്ഥലമാറ്റത്തിനൊപ്പമാണ് അങ്കിത് അശോകിന്റെ സ്ഥലമാറ്റം ഉണ്ടാകുന്നത്. അതായത് ആ നടപടിയും ഉണ്ടായിട്ടില്ല. ഒരാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് 5 മാസമായിട്ട് അനക്കമില്ല. റിപ്പോർട്ട് എത്ര വൈകിയാലും നടപടി ഉണ്ടാകും എന്ന് ഇന്ന് LDF കൺവീനർ അടക്കം പറഞ്ഞു. അത്രേ എന്താണ് നടപടി ഉണ്ടായതാവോ? അല്ല, അതൊരു തെറ്റായ വ്യാഖ്യാനമല്ലേ? കാരണം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം അവിടെ നിൽക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിർത്തി യാതൊരു നിയന്ത്രണവുമില്ല. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്നുള്ള എല്ലാവർക്കും അറിയാം. അല്ല, മുഖ്യമന്ത്രി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നല്ലേ ഈ അതിനെങ്ങനെ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ അതല്ല ഞാൻ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രി എടുത്തു തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വന്നാൽ അതിനുശേഷം തന്നെ നടപടി സ്വീകരിക്കുന്നുള്ളത് വളരെ വ്യക്തമായിരുന്നു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വന്നതിന് ശേഷം ഈ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റി. അത് ഇതിന്റെ പേരിൽ മാത്രം സ്ഥലം മാറ്റിയതാ. അങ്ങേര് താരതമ്യേന ജൂനിയർ ആയിരുന്നു. ഈ ആരോപണങ്ങൾ അവിടെ നിൽക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, അവിടെ നടന്നൊരു അട്ടിമറി, അവിടെ കോൺഗ്രസിനും ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നുള്ളൊരു ന്യായമായിട്ട് ജനം സംശയിക്കുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട KM മുരളീധരനെ വടകരയിൽ നിന്ന് അവിടെ കൊണ്ട് ആക്കി 3ാം സ്ഥാനത്തേക്ക് 86,000 വോട്ട് അവർ നഷ്ടപ്പെടുത്തിയതിന്റെയൊക്കെ പിന്നിൽ ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെന്നുള്ള കാര്യം ശക്തമായ രാഷ്ട്രീയ ആരോപണം ഉയർന്നിട്ടുണ്ട്. അത് VS കോൺഗ്രസിന് ഗൂഢാലോചനയിൽ പങ്കുണ്ട്. ഈ 2 തിയറികളാണ് അങ്ങ് പ്രാഥമിക ഘട്ടത്തിൽ മുന്നോട്ട് വെക്കുന്നത്. ഞാൻ അങ്ങിലേക്ക് വരാം.